ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರಿಗೆ ಸ್ತುತಿಯಾಗಲಿ. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു ദിവസം കൂടെ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ವಾಕ್ಯದೊಡನೆ ಜೀವಿಸಲು ಮತ್ತೊಂದು ದಿನವನ್ನು ದೇವರು ನಮಗೆ ಅನುಗ್ರಹಿಸಿದ್ದಾರೆ. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ದೇವರ ಕೃಪೆಯಿಂದ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಓದುತ್ತಾ ಬರುತ್ತಿದ್ದೇವೆ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം. ಮಾತೆ ಮರಿಯಮ್ಮನವರ ಪ್ರಾರ್ಥನಾ ಸಹಾಯದೊಂದಿಗೆ ಈ ದಿನದ ವಚನ ಶುಶ್ರೂಷೆಯನ್ನು ಪ್ರಾರಂಭಿಸೋಣ. അവോ മരിയ, ವರಪ್ರಸಾದ ಪೂರ್ಣೆಯೇ, ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವಮಾತೆಯೇ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തോട് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാം. ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯರೇ, ದೇವರ ವಾಕ್ಯದೊಡನೆ ಇನ್ನು ಹೆಚ್ಚು ಆಳವಾಗಿ ನಾವು ಒಂದಾಗೋಣ. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ಆದಿಕಾಂಡವನ್ನು ನಾವು ಅಧ್ಯಯನ ಮಾಡುತ್ತಾ ಬಂದಿದ್ದೇವೆ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മവും മനുഷ്യന്റെ പ്രവൃത്തികളും മനുഷ്യന്റെ ജീവിത രീതികളും എല്ലാം എങ്ങനെയാണ് ആരംഭിച്ചതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ದೇವರು ಲೋಕವನ್ನ ಹೇಗೆ ಸೃಷ್ಟಿ ಮಾಡಿದರು, ಮನುಷ್ಯನ ಸೃಷ್ಟಿ ಮತ್ತು ಎಲ್ಲ ಸೃಷ್ಟಿ ವಸ್ತುಗಳ ಜೀವನವನ್ನ ನಾವು ಧ್ಯಾನಿಸುತ್ತಾ ಬಂದೆವು. മനുഷ്യന്റെ ഒരു വലിയ ബലഹീനതയും പാപത്തിലേക്കുള്ള ചായ്വും പാപവും ദൈവത്തിന്റെ കരുണയും എല്ലാം ഇങ്ങനെ തിരുവചനത്തിൽ ഇങ്ങനെ ಸೈಮಲ್ಟೇನಿಯಸ್ಲಿ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ಮನುಷ್ಯರ ಬಲಹೀನಾವಸ್ಥೆಗಳು, ಅವರು ಪಾಪದಲ್ಲಿ ಬಿದ್ದು ಹೋದ ಸಮಯದಲ್ಲಿಯೂ ಸಹ ದೇವರ ಅಪಾರ ಕರುಣೆಯಿಂದ ಅವರನ್ನು ಪುನಶ್ಚೇತನಗೊಳಿಸಿದ್ದನ್ನ ಕಂಡು ಬರ್ತಾ ಇದ್ದೇವೆ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തില് മനുഷ്യന്റെ തിന്മ, ജഡികമായ പാപം ചെയ്ത് ദൈവത്തിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ കണ്ടത്. ಕಳೆದ ದಿನದಲ್ಲಿ ನಾವು ಧ್ಯಾನಿಸಿದೆವು, ಮನುಷ್ಯನ ಶಾರೀರಿಕ ದುರಿಚೆ, ಪಾಪದ ಸ್ವಭಾವಗಳು ದೇವರನ್ನು ದುಃಖಕ್ಕೀಡು ಮಾಡಿತು. അത്തരത്തിലൊക്കെ തിന്മ പ്രവർത്തിക്കുമ്പോഴും അതിനിടയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ നന്മ പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുന്നുണ്ട്. ദൈവം അവരെ രക്ഷപ്പെടുത്തുന്നുണ്ടെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ಇಡೀ ಜಗತ್ತಿನಲ್ಲಿ ಅನೇಕರು ಪಾಪದ ಸ್ವಭಾವಕ್ಕೆ ದಾಸರಾಗಿದ್ದರೂ ಸಹ ನೀತಿವಂತರಾದ ಸಹೋದರರನ್ನು ದೇವರು ತನ್ನ ಕೃಪೆಯಿಂದ ಉದ್ಧರಿಸುವುದನ್ನು ಕಾಣುತ್ತೇವೆ. ഭൂമിയിലെ മനുഷ്യവർഗമെല്ലാം ദുഷിച്ചു പോയപ്പോൾ നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു എന്ന് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ಆದಿಕಾಂಡ 6:8 ನಾವು ಧ್ಯಾನಿಸಿದೆವು. ಇಡೀ ಜಗತ್ತು ಪಾಪದಿಂದ ತುಂಬಿರುವ ಸಮಯದಲ್ಲೂ ಸಹ ನೋಹ നീതിവന്തനാಗಿ സത്പുരുഷനാಗಿ ജീവിಸಿದ. നോഹയെയും നോഹയുടെ മക്കളെയും പറ്റി നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ രക്ഷയുടെ ഒരു ചരിത്രം നമ്മളിന്ന് ചെറുതായിട്ട് കാണാൻ പോവുകയാണ്. ನೋಹ ಮತ್ತು ನೋಹನ ಮಕ್ಕಳ ಒಂದು ಸಂತಾನ ಹೇಗೆ ದೇವರಿಂದ ಸಂರಕ್ಷಿಸಲ್ಪಟ್ಟಿತು ಎಂಬುದನ್ನ ಈ ದಿನ ನಾವು ಧ್ಯಾನಿಸೋಣ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. ಆದಿಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ವಚನ 10. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫത്ത്. ಆತನಿಗೆ ಶೇಮ್, ಹಾಮ್ ಮತ್ತು ಯಫೆತ್ ಎಂಬ 3 ಮಂದಿ ಮಕ್ಕಳು. അടുത്ത വാക്യം 11-ാം വാക്യത്തിന് ഇപ്രകാരമാണ് കാണുന്നത്: ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു, എങ്ങും അക്രമം നടമാടുന്നു. ಜಗತ್ತು ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ಕೆಟ್ಟು ಹೋಗಿತ್ತು, ಹಿಂಸಾಚಾರದಿಂದ ತುಂಬಿ ತುಳುಕುತ್ತಿತ್ತು. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു, ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. ಭೂನಿವಾಸಿಗಳೆಲ್ಲರೂ ತಮ್ಮ ನಡತೆಯನ್ನು ಕೆಡಿಸಿಕೊಂಡಿದ್ದರು, ಜಗವಿಡಿ ಕೆಟ್ಟು ಹೋಗಿತ್ತು. അപ്പൊ ഈ തിന്മയുടെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ദൈവം ഭൂമി മുഴുവനെയും നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ಈ ಒಂದು ಪಾಪದ ಅಕ್ರಮ ಹೆಚ್ಚಾದ ಕಾರಣ ದೇವರು ಭೂಮಿಯ ಮೇಲಿರುವ ಸಕಲ ಜೀವರಾಶಿಗಳನ್ನು ನಾಶ ಮಾಡಲು ತೀರ್ಮಾನ ಮಾಡಿದರು. ഇനി അടുത്ത 13-ാം അധ്യായം മുതൽ 6-ാം അധ്യായം 13-ാം വാക്യം മുതൽ 7-8 അധ്യായം വരെ ഒരു വലിയ മഹാസംഭവം നമ്മൾ കാണാൻ പോവുകയാണ്. ಆದಿಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ವಚನ 13ರಿಂದ ಹಿಡಿದು ಆದಿಕಾಂಡ 7-8 ನಾವು ನೋಡುತ್ತೇವೆ, ಭೂಮಿಯ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ಘಟನೆ ಉಂಟಾಗುತ್ತದೆ. ദൈവം നോഹയെ പ്രത്യേകം വിളിച്ച് അരുളി ചെയ്യുകയാണ്. 13-ാം വാക്യം: ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഭൂമിയോടുകൂടെ ഞാൻ അവരെ നശിപ്പിക്കും. ದೇವರು ನೋಹನಿಗೆ, ನರಮಾನವರೆಲ್ಲರಿಗೆ ಸರ್ವನಾಶವನ್ನು ತೀರ್ಮಾನಿಸಿದ್ದೇನೆ,
ಜಗವೆಲ್ಲವೂ ಹಿಂಸಾಚಾರದಿಂದ ತುಂಬಿ ಹೋಗಿದೆ. ನಾನು ಅವರನ್ನು ജഗതല്ലിരുವುതെല്ലವನ್ನು അഴിച്ചു ಬಿಡುತ್ತೇನೆ. അപ്പോൾ ദൈവം നോഹയെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോഹ എന്ന് പറയുന്ന വ്യക്തി നീതിമാനായി കണ്ടതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ മാത്രം രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അവനെയും അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ. ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ನೋಹನು ನೀತಿವಂತನಾಗಿರೋ ಕಾರಣ ದೇವರು ನೋಹ ಮತ್ತು ಅವನ ಕುಟುಂಬಸ್ಥರನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡಲು ತೀರ್ಮಾನ ಮಾಡುತ್ತಾರೆ. ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വലിയ ജലപ്രളയം അയച്ചുകൊണ്ടാണ്. ದೊಡ್ಡ ಜಲಪ್ರಳಯದ ಮೂಲಕ ಈ ಜಗತ್ತನ್ನು ನಾಶ ಮಾಡಲು ದೇವರು ತೀರ್ಮಾನಿಸಿದರು. അപ്പോൾ നോഹയെ ദൈവം പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക. 14-ാം വാക്യം, ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അങ്ങനെ അകത്തും പുറത്തും എല്ലാം കീല് തേക്കുക. 14ನೇ ವಚನ, ನೀನು ತುರಾಯಿ ಮರದಿಂದ ನಾವೆಯೊಂದನ್ನು ಮಾಡಿಕೋ, ಅದರ ತುಂಬ ಕೊಠಡಿಗಳಿರಲಿ, ಅದರ ಒಳಕ್ಕೂ ಹೊರಕ್ಕೂ ರಾಳ ಪದಾರ್ಥವನ್ನು ಹಚ್ಚು. അങ്ങനെ ഒരു പ്രത്യേക മരം കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് നോഹയെയും നോഹയുടെ മക്കളെയും പിന്നെ ഭൂമിയിൽ നിന്നുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഒരു ജോഡി വീതം തെരഞ്ഞെടുത്ത് അതിനകത്ത് കയറ്റി അടച്ച് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ದೇವರು ನೋಹನಿಗೆ ತುರಾಯಿ ಮರವನ್ನು ತೆಗೆದುಕೊಂಡು ಒಂದು ದೊಡ್ಡ ನಾವೆಯನ್ನು ಕಟ್ಟಿ ಅದರಲ್ಲಿ ನೋಹ ಮತ್ತು ಅವನ ಕುಟುಂಬಸ್ಥರು ಸಕಲ ಮೃಗಗಳು പക്ഷിಗಳು ಪ್ರಾಣಿಗಳು ಜೊತೆಯಾಗಿ ಅದರಲ್ಲಿ സംരക്ഷിಸಲ್ಪಡುವಂತೆ ಆಜ್ಞೆ ಮಾಡುತ್ತಾರೆ. കണ്ടോ, ദൈവം ഒരു പ്രളയം അയച്ചു, അല്ലെങ്കിൽ ഒരു തിന്മയുടെ ദേശത്തേക്ക് അതിലും വലിയ അവരെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരവസ്ഥയിൽ നോഹയെ മാത്രം പ്രത്യേകമാംവിധം ദൈവം ഒരു സംരക്ഷണം കൊടുക്കുകയാണ്. ದೇವರು ಇಡೀ ಜಗತ್ತನ್ನ ನಾಶ ಮಾಡಲು ಮನಸ್ಸು ಮಾಡಿದರೂ ಸಹ ಸತ್ಪುರುಷನಾಗಿದ್ದ ನೋಹ ಮತ್ತು ಅವನ ಕುಟುಂಬಸ್ಥರಿಗೆ ಒಂದು ವಿಶೇಷ ಸಂರಕ್ಷಣೆ ಕೊಡುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. നമ്മളൊരു ദേശത്ത് ജീവിക്കുമ്പോൾ അവിടെ ഒരുപാട് തിന്മകളൊക്കെ നിറഞ്ഞ ദേശമാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലെ നീതി, നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കത ദൈവം നമ്മളെ രക്ഷിക്കാൻ കാരണമാകുമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ನಾವು ಜೀವಿಸುತ್ತಿರುವ ನಗರ ಅಥವಾ ರಾಜ್ಯ ಪಾಪ ಅಕ್ರಮಗಳಿಂದ ತುಂಬಿ ಹೋಗಿದ್ದರೂ ಸಹ ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ನಾವು ನೀತಿವಂತರಾಗಿ ಸತ್ಪುರುಷರಾಗಿ ಜೀವಿಸಿದ್ದರೆ ದೈವಿಕ ಸಂರಕ್ಷಣೆ ನಮಗೆ ಉಂಟು ಎಂಬುದು ಖಚಿತವಾಗುತ್ತದೆ. ഇനി നമ്മൾ മുന്നോട്ട് തിരുവചനം വായിക്കുമ്പോഴും മുഴുവൻ ഈ ബൈബിളിലുടനീളം നമ്മൾക്കത് കാണാൻ സാധിക്കും. ಈ ಪವಿತ್ರ ಗ್ರಂಥದ ಪೂರ್ತಿಯಲ್ಲಿ ನಾವು ಈ ರೀತಿಯ ದೇವರ ಮಕ್ಕಳಿಗೆ ವಿಶೇಷ ಸಂರಕ್ಷಣೆ ನೋಡ್ತೇವೆ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ എല്ലാവിധ തിന്മയിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തുന്നതായിട്ട് ബൈബിളിന്റെ ചരിത്രം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ದೇವರೊಟ್ಟಿಗೆ ಸೇರಿ ಜೀವಿಸುವ ಮಕ್ಕಳನ್ನು ದೇವರು ತನ್ನ ಭಕ್ತರನ್ನು ಹೇಗೆ ಕಾಯ್ದು ಕಾಪಾಡುತ್ತಾರೆ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. 7-8 അധ്യായങ്ങൾ, ഇനി തുടർന്ന് വരുന്ന 7-8 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ദൈവം മോശയെ ഇങ്ങനെ ഒരു പെട്ടകത്തിനകത്ത് കയറ്റി സംരക്ഷിച്ചു. ജലപ്രളയം വരുന്നു. ജലപ്രളയം അത് എത്ര നാൾ നീണ്ടു നിന്നു, അതെങ്ങനെ അവസാനിച്ചു എന്നെല്ലാം 7-8 അധ്യായത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ಆದಿಕಾಂಡ 7ನೇ ಅಧ್ಯಾಯ 8ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವುದು ದೊಡ್ಡ ಜಲಪ್ರಳಯ ಭೂಮಿಯ ಮೇಲೆ ಬಂದಾಗ ಅದರಿಂದ ಹೇಗೆ ಜಗತ್ತು ನಾಶವಾಯಿತು ಮತ್ತು ನೋಹ ಮತ್ತು ಅವನ ಕುಟುಂಬಸ್ಥರು ಹೇಗೆ ಸಂರಕ್ಷಣೆ ಹೊಂದಿಕೊಂಡರು ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. അങ്ങനെ ജലപ്രളയം അവസാനിക്കുന്നിടം വരെ ഈ ഭൂമിയിലുള്ള എല്ലാ തിന്മയും തുടച്ചു മാറ്റുന്നിടം വരെ ദൈവം ഇങ്ങനെ ജലപ്രളയത്തെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ಈ ಲೋಕದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಿದ್ದ ದುಷ್ಟತನ ನೀಗಿ ಹೋಗುವ ತನಕ ದೇವರು ಸತತವಾಗಿ ಜಲಪ್ರಳಯವನ್ನು ಕಳುಹಿಸಿಕೊಟ್ಟರು. 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണും ഈ ജലപ്രളയം എല്ലാം തീർന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും ഈ ജലപ്രളയം പതിയെ ദൈവം അവസാനിപ്പിക്കുകയാണ്. ಈ 8ನೇ ಅಧ್ಯಾಯದ ಕೊನೆಯ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಮನುಷ್ಯರು ಮೊದಲ್ಗೊಂಡು ಈ ಭೂಮಿ ಮೇಲಿದ್ದ ಎಲ್ಲ ಕ್ರಿಮಿಕೀಟಗಳು ನಾಶವಾಗುವವರೆಗೂ ದೇವರು ನೀರನ್ನು ನಿಲ್ಲಿಸದೆ ಮುಂದುವರಿಸಿದರು. ഇവിടെ വരെ നമ്മളിങ്ങനെ ഈ തിരുവചനം പഠിക്കുമ്പോൾ ഈ 7-8 അധ്യായങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാനൊന്നുമില്ല. ജലപ്രളയം വരുന്നത്, ആ ജലപ്രളയം എങ്ങനെയൊക്കെ ആയിരുന്നു, അതെങ്ങനെ അവസാനിച്ചു എന്ന് കൃത്യമായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ 7-8 അധ്യായം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധാപൂർവ്വം വായിക്കണമേ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 7 ಮತ್ತು 8ನೇ ಅಧ್ಯಾಯ ಜಲಪ್ರಳಯದ ಬಗ್ಗೆ ಬರೆದಿರುವ ಕಾರಣ ನೀವು ಅದನ್ನು ಓದಿದರೆ ಸಾಕು, ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತದೆ. ಅಲ್ಲಿ ಎಲ್ಲ ನಾಶವಾಗುತ್ತದೆ, ನೋಹನ ಕುಟುಂಬ ರಕ್ಷಣೆ ಹೊಂದುತ್ತದೆ. ಆದ ಕಾರಣ ನಾವು ಮುಂದಿನ ಅಧ್ಯಾಯವನ್ನು ಧ್ಯಾನಿಸೋಣ. ഇനി 8-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള തിരുവചന ഭാഗത്ത് നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ച എല്ലാവരും പുറത്തു വന്നിട്ട് പിന്നെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പോകുന്നത്. ಆದಿಕಾಂಡ 8 ವಚನ 20 ಮೇಲ್ಪಟ್ಟು ಜಲಪ್ರಳಯ ನಿಂತ ನಂತರ
ಆ ನಾವೆಯೊಳಗಿಂದ ನೋಹ ಮತ್ತು ಅವನ ಕುಟುಂಬಸ್ಥರು ಹೊರಗಡೆ ಬಂದು ಅವರು ಮಾಡಿದ ಕಾರ್ಯದ ಕುರಿತು ನಾವು ಧ್ಯಾನಿಸೋಣ. നമ്മൾ 20-ാം വാക്യം വായിക്കുകയാണ്. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ച് ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. 20ನೇ ವಚನ. ನೋಹನು ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿಗೆ ಒಂದು ಬಲಿಪೀಠವನ್ನು ಕಟ್ಟಿದನು. ಶುದ್ಧವಾದ ಎಲ್ಲಾ ಪ್ರಾಣಿ ಪಕ್ಷಿಗಳಿಂದ ಆಯ್ದು ಆ ಪೀಠದ ಮೇಲೆ ದಹನ ಬಲಿಯನ್ನು ಅರ್ಪಿಸಿದನು. നമ്മൾ 5-ാം അധ്യായത്തിൽ കായേൻ്റെയും ആബേലിൻ്റെയും ബലി നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നോഹ കർത്താവിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ബലിപീഠം എന്നുള്ള വാക്ക് ആദ്യം ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ബലിപീഠം ഉണ്ടാക്കി ബലി അർപ്പിക്കുകയാണ്. ನಾವು ಕಳೆದ ದಿನಗಳಲ್ಲಿ ನೋಡಿದವು ನೋಹನ ಕಾಯಿನನ ಕಾಣಿಕೆ ಮತ್ತು ಹೇಬೇಲನ ಕಾಣಿಕೆ ಎಂದು. ಆದರೆ ಈ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ ಬಲಿಪೀಠ. ನೋಹ ಮೊಟ್ಟ ಮೊದಲು ಒಂದು ಬಲಿಪೀಠವನ್ನ ಕಟ್ಟಿ ಬಲಿಯನ್ನು ಅರ್ಪಿಸಿದ. കർത്താവിന് ഒരു കൃതജ്ഞതയുടെ ഒരു ബലി അർപ്പിച്ചു എന്ന് വേണേ പറയാൻ. ಇದು ನೋಹನು ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಬಲಿಯನ್ನು ಸಮರ್ಪಿಸಿದ್ದು. കണ്ടോ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കാറുണ്ട്. ഒരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷ വരുമ്പോൾ, ഒരു സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോൾ പലതരത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറുണ്ട്. ദൈവം നമ്മളെ രക്ഷിക്കാറുമുണ്ട്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿಯೂ ಸಹ ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ಕಷ್ಟಗಳು, ಶೋಧನೆಗಳು, ಸಮಸ್ಯೆಗಳು ಬಂದಾಗ ನಾವು ದೇವರನ್ನು ಆಶ್ರಯಿಸಿ ಅವರ ಬಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. അപ്പോൾ നോഹ ബലിപീഠം നിർമ്മിച്ച് കർത്താവിന് ഒരു കൃതജ്ഞതയുടെ ബലി അർപ്പിച്ചു. ನೋಹನು ಮೊಟ್ಟ ಮೊದಲು ಬಲಿಪೀಠವನ್ನ ಕಟ್ಟಿ ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಬಲಿಯನ್ನು ಸಮರ್ಪಿಸಿದನು. ആ ഹൃദ്യമായ 21-ാം വാക്യം. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല എന്ന്. 21ನೇ ವಚನ. ಗಮಗಮಿಸುವ ಅದರ ಸುಗಂಧವು ಸ್ವಾಮಿಯನ್ನು ಮುಟ್ಟಿತು. ಅವರು ಮನದಲ್ಲಿ ಹೀಗೆಂದುಕೊಂಡರು, ಇನ್ನು ಮೇಲೆ ನಾನು ಮನುಷ್ಯರ ನಿಮಿತ್ತ ഭൂമിಯನ್ನು ശപിಸುವುದಿല്ല. ബാക്കി നമ്മൾ വായിക്കുകയാണ്. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം, അവൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ಕಾರಣ ಮನುಷ್ಯರ ಹೃದಯದ ಆಲೋಚನೆ ಚಿಕ್ಕಂದಿನಿಂದಲೇ ಕೆಟ್ಟದ್ದು. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കത്തില്ല. ಈಗ ಮಾಡಿದಂತೆ ಇನ್ನು ಮೇಲೆ ಎಲ್ಲಾ ಜೀವಿಗಳನ್ನು ನಾನು ಸಂಹರಿಸುವುದಿಲ್ಲ. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ಬಿತ್ತನೆ, ಕೊಯ್ಲು, ಚಳಿ, ಬಿಸಿಲು, ಗ್ರೀಷ್ಮ, ಹೇಮಂತ, ಹಗಲು, ഇരുಳು ഈ ക്രമಕ್ಕೆ ಅಂತ್ಯ ಇರದು ಜಗ ಇರುವವರೆಗೂ. കണ്ടോ, അന്ന് സംഭവിച്ചത് സംഭവിച്ചു. ഒരു തവണ ഈ ഒരു പ്രളയം അയച്ചു ഭൂമി മുഴുവനെയും നശിപ്പിച്ചു. ഇനി അങ്ങനെ ചെയ്യത്തില്ലെന്ന് കർത്താവ് വ്യക്തമായിട്ട് നോഹയോട് പറയുകയാണ്. ನೋಡಿ, ಒಂದು ಬಾರಿ ದೇವರು ಅಂದಿನ ಜಗತ್ತನ್ನು ನಾಶ ಮಾಡಿದರು. ಆದರೆ ಇನ್ನು ಮುಂದೆ ಈ ರೀತಿ ನಾಶ ಮಾಡುವುದಿಲ್ಲ ಎಂದು ಹೇಳಿದ್ದಾರೆ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു ദുരന്തമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ എന്നൊരിക്കലും പറഞ്ഞേക്കില്ല. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അങ്ങനെ നശിപ്പിക്കത്തില്ലെന്ന്. ಆದ ಕಾರಣ ಇತ್ತೀಚಿನ ದಿನಗಳಲ್ಲಿ ಒಂದು ಜಲಪ್ರಳಯ, ಭೂಕಂಪ ಇದೆಲ್ಲ ಉಂಟಾದಾಗ ದೇವರು ಮಾಡಿದ್ದಾರೆ ಎಂದು ನಾವು ಹೇಳಲು ಸಾಧ್ಯವಿಲ್ಲ. ಕಾರಣ ದೇವರು ಹೇಳಿದ್ದಾರೆ, ಇನ್ನು ಮೇಲೆ ನಾನು ಈ ರೀತಿ ಮಾಡುವುದಿಲ್ಲ ಎಂದು. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന പല സംഭവങ്ങളും ദൈവത്തിൻ്റെ ശാപമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ಹಾಗಾದರೆ ಇದೆಲ್ಲ ದೇವರ ಶಾಪದಿಂದ ಬಂದಿರುತ್ತೆ ಎಂದು ನೀವು ಯೋಚನೆ ಮಾಡ್ತಾ ಇರಬಹುದು. അതങ്ങനെയല്ല. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ, തിന്മകളുടെ പരിണത ഫലം തന്നെ വരുന്നതാണ്. ಅದು ದೇವರಿಂದ ಬರುವ ಶಾಪವಲ್ಲ, ನಾವು ಮಾಡುವ ದುಷ್ಟ ಕೃತ್ಯಗಳ ಪರಿಣಾಮದಿಂದ ಬರುವಂತದ್ದು. നമുക്കറിയാം, നമ്മുടെ ദേശത്ത് പലതവണ നമ്മൾ ക്ഷാമത്തെ ഫേസ് ചെയ്തിട്ടുണ്ട്. ನಮ್ಮ ದೇಶದಲ್ಲಿ ಅನೇಕ ಬಾರಿ ಬರಗಾಲ ನಮಗೆ ಬಂದಿದೆ. അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. ഈ ദേശത്ത് ജനം പെരുകി, തിന്മ വർദ്ധിച്ചു, അതുകൊണ്ട് ഇത് ദൈവം ശിക്ഷ അയച്ചാൽ തീരുമാനിച്ചു എന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. ಆ ಸಮಯದಲ್ಲಿ ಜನರು ಸಾಮಾನ್ಯವಾಗಿ ಏನ್ ಹೇಳ್ತಾರೆ, ದೇವರ ಕೋಪ ಬಂದಿದೆ, ಜನರು ಜಾಸ್ತಿ ಪಾಪ ಮಾಡಿದ್ದಾರೆ, ಅದಕ್ಕೆ ಈ ಶಿಕ್ಷೆ ಬಂದಿದೆ ಎಂದು. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ദേശത്ത് ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കാൻ കഴിയുന്നതിനേക്കാൾ അധികം ജനം തിങ്ങിപ്പാർക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഊറ്റി എടുത്തു കഴിയുമ്പോൾ വെള്ളം സ്വാഭാവികമായിട്ട് തീരും. ಆದರೆ ಅದು ಆ ರೀತಿ ಅಲ್ಲ. ನಾವು ಒಂದು ಸ್ಥಳದಲ್ಲಿರುವ ನೀರನ್ನ ಯಥೇಚ್ಛವಾಗಿ ಉಪಯೋಗಿಸುವಾಗ ಅಲ್ಲಿನ ನೀರು ಖಾಲಿಯಾಗುತ್ತದೆ. നമ്മൾ ഈ സൃഷ്ടപ്രപഞ്ചത്തോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പ്രകൃതി തന്നെ തിരിച്ചടി തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
ನಾವು ದೇವರು ಸೃಷ್ಟಿಸಿದ ಈ ಪ್ರಕೃತಿಯ ವಿರುದ್ಧವಾಗಿ ಮಾಡುವ ದುಷ್ಟ കൃത്യಗಳ നിമിത്ത ആ പ്രകൃതിയ പരിണാമ ನಮ್ಮ ಮೇಲೆ ಕಾರ್ಯ ಮಾಡುತ್ತದೆ. ദൈവം ഇവിടെ തിരുവചനത്തിൽ പറയാണ്, ഇനി ഒരിക്കലും മനുഷ്യൻ കാരണം ഭൂമിയെ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന്. ದೇವರು ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಸ್ಪಷ್ಟವಾಗಿ, മനുഷ്യನ നിമിത്ത ನಾನು ಭೂಮಿಯನ್ನು ಶಪಿಸುವುದಿಲ್ಲ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഹയുടെ ആ ഒരു സ്നേഹവും നോഹയുടെ ബലിയും അത്രമാത്രം ദൈവത്തിന് പ്രീതികരമായി. ಆ ಒಡಂಬಡಿಕೆಗೆ ಕಾರಣ നോഹನ ಒಂದು ಬಲಿ ಮತ್ತು ಕೃತಜ್ಞತಾ ಪ್ರೀತಿ. പിന്നെ ദൈവം ഇതിന് രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ ഹൃദയവും മനസ്സും തിന്മയിലേക്ക് എപ്പോഴും ചാഞ്ഞു തന്നെ ആയിരിക്കുന്നതെന്ന്. ಮತ್ತೆ ಇನ್ನೊಂದು ವಚನ ನೋಡ್ತೇವೆ, ದೇವರೇ ಸ್ವತಃ ಮಾತನಾಡುವುದು, ಈ ಮನುಷ್ಯರ ಹೃದಯದ ಆಲೋಚನೆಗಳು ಸದಾ ಕೆಟ್ಟದ್ದೇ ತುಂಬಿರುತ್ತೆ. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ അതുപോലെ തന്നെ അംഗീകരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ തിരുവചനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ನಮ್ಮ ಸ್ವಂತ ಬಲಹೀನತೆಗಳು, ನಮ್ಮ ಸ್ವಭಾವವನ್ನ ಚೆನ್ನಾಗಿ ಅರಿತಿರುವ ದೇವರು ಎಂಬ ಸತ್ಯ ನಮಗೆ ಇಲ್ಲಿ ಮನದಟ್ಟಾಗುತ್ತದೆ. ഇനി ഇത് കഴിഞ്ഞിട്ട് 9-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ദൈവവും നോഹയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ദൈവം ചെയ്യില്ല എന്ന് നോഹയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കാണുന്നത്. 9ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ದೇವರು ನೋಹನೊಟ್ಟಿಗೆ ಮಾಡಿಕೊಂಡಂತ ಒಂದು ಒಡಂಬಡಿಕೆ, ಇನ್ನು ಮೇಲೆ ಮನುಷ್ಯರ ಪಾಪದ ನಿಮಿತ್ತ ನಾನು ನಾಶ ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. ഒരു വിധത്തിലും ജനങ്ങളെ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് കർത്താവ് ആവർത്തിച്ച് ഈ തിരുവചന ഭാഗങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ಈ ಅಧ್ಯಾಯದಲ್ಲಿ ಪದೇ ಪದೇ ದೇವರು ಹೇಳುತ್ತಾರೆ, ಇನ್ನು ಮೇಲೆ ನಾನು ಮನುಷ್ಯರನ್ನ ಶಪಿಸುವುದಿಲ್ಲ, ಮನುಷ್ಯರನ್ನು ನಾಶ ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. ഈ തിരുവചനം നമ്മൾ പ്രത്യേകം വായിച്ച് നിങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ തന്നെ വായിക്കണം. നമുക്കത് പ്രത്യേകിച്ച് വ്യാഖ്യാനം തരേണ്ട ആവശ്യമില്ല. അതെന്താണ് നോഹയായിട്ട് എന്താണ് ഉടമ്പടി ചെയ്യുന്നതെന്ന് അത് വ്യക്തമായിട്ട് നമുക്ക് ഒരു സാധാരണ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9ನೇ ಅಧ್ಯಾಯ ವಚನ 6ರಿಂದ 17 ತನಕ ನೀವು ಓದಿದ್ರೆ ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತೆ. ಕಾರಣ ಅದು ಬಹಳ ಸರಳವಾಗಿದೆ. ದೇವರು ನೋಹನೊಟ್ಟಿಗೆ ಒಂದು ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡಿಕೊಳ್ಳುವುದು. ഇവിടെ വരെ നമ്മളിന്ന് തിരുവചനത്തിൽ കണ്ടത് മനുഷ്യന്റെ തിന്മ വർദ്ധിച്ചപ്പോൾ അതിനിടയിൽ ആരെങ്കിലും നന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിച്ചു. ಈ ದಿನದ ಅಧ್ಯಯನದಲ್ಲಿ ನಾವು ಕಲಿತುಕೊಂಡ ಒಂದು ವಿಶೇಷ ಪಾಠ ಏನೆಂದರೆ, ಎಷ್ಟೇ ಜಗತ್ತು ಪಾಪದಲ್ಲಿ ಮುಳುಗಿ ಹೋಗಿದ್ದರೂ ಸಹ ಅವರ ಮಧ್ಯೆ നീതിവന്തനാಗಿ ഭയഭക്തിയിರುವ ಜನರನ್ನು ದೇವರು ಸಂರಕ್ಷಿಸುತ್ತಾರೆ. ദൈവം നോഹ എന്ന് പറയുന്ന ഒരു നീതിമാനെ കണ്ടെത്തി അവനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ನೋಹ ಎಂಬ ಒಬ್ಬ ನೀತಿವಂತನನ್ನ ದೇವರು ಕಂಡಾಗ ಅವನನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡಲು ತೀರ್ಮಾನ ಮಾಡಿದರು. അവനെയും അവന്റെ കുടുംബത്തെയും അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ദൈവം ഒരു പെട്ടകം അവനെ കൊണ്ട് തന്നെ നിർമ്മിപ്പിച്ചിട്ട് അവനെ അതിനകത്ത് രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ನೋಹನನ್ನು, ಅವನ ಹೆಂಡತಿ ಮಕ್ಕಳನ್ನು, ಅವನಿಗೆ ಸಂಬಂಧಪಟ್ಟ ಎಲ್ಲವುಗಳನ್ನು ಅವನ ಮುಖಾಂತರವೇ ಒಂದು ದೊಡ್ಡ ನಾವೆಯನ್ನು ಸೃಷ್ಟಿಸಿ ಸುರಕ್ಷಿತವಾಗಿ ಕಾಪಾಡಿದರು. അപ്പോൾ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ നന്മ പ്രവർത്തിച്ചാൽ എത്ര വലിയ തിന്മയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മളെ അവിടുന്ന് രക്ഷിക്കും. ದೇವರ ವಾಕ್ಯ ನಮಗೆ ತಿಳಿಸಿಕೊಡುವ ಜ್ಞಾನ, ನಾವು ಸತ್ಪುರುಷರಾಗಿ ದೈವ ಭಯಭಕ್ತಿಯಿಂದ ಜೀವಿಸುತ್ತಿದ್ದರೆ ಎಷ್ಟೇ ದುಷ್ಟತನವಿದ್ದರೂ ಸಹ ಅದರಲ್ಲಿ ನಾವು ನಾಶವಾಗದೆ ಸಂರಕ್ಷಿಸಲ್ಪಡುತ್ತೇವೆ. ഇനി നമ്മൾ കാണുന്നത് ഈ നോഹ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് അടുത്ത ജനതകൾ മുഴുവൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജനതകൾ ഉത്ഭവിക്കാൻ പോകുന്നത് ഈ നോഹ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അവൻ്റെ സന്തതികളിൽ നിന്നുമാണ്. ಈಗ ಪ್ರಪಂಚದಾದ್ಯಂತ ತುಂಬಿರುವ ಜನಸಂಖ್ಯೆ ಈ ನೋಹ ಮತ್ತು ಆತನ ಮಕ್ಕಳ ಮೂಲಕ ಉಂಟಾದ ದೊಡ್ಡ ಜನಾಂಗ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. കണ്ടോ, നന്മ പ്രവർത്തിക്കുന്ന ഒരു ആളെ മാറ്റി നിർത്തിയിട്ട് അവനെ അവൻ്റെ തലമുറയെയും ദൈവം അനുഗ്രഹിക്കുന്നു. ಒಳ್ಳೆಯದನ್ನ ಮಾಡುವ ವ್ಯಕ್ತಿಗಳನ್ನ ದೇವರು ಸಂರಕ್ಷಿಸಿ ಅವನನ್ನು ಅವನ ಸಂತತಿ ಸಂತಾನವನ್ನ ആശീർവദിಸುತ್ತಾರೆ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മൾ കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ಇಂದು ನಾವು ಈ ಅಧ್ಯಯನದಲ್ಲಿ ಕಲಿತಂತ ಪಾಠ, ಸದಾಕಾಲ ನಾವು ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಸ್ತೋತ್ರವನ್ನ ಸಲ್ಲಿಸಬೇಕು, ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಜೀವಿಸುವ ಮಕ್ಕಳಾಗಬೇಕು. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ಒಂದು ಕ್ಷಣ ಕಾಲ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ಕರ್ತರಾದ ಯೇಸುವೆ, ನಮ್ಮೆಲ್ಲರನ್ನು ನಿಮ್ಮ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸುತ್ತೇವೆ. ഒരുപാട് തിന്മയുടെ മധ്യത്തിലാണ്, ദേശത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ಇಡೀ ಲೋಕ ಕೆಡುಕನ ವಶದಲ್ಲಿದೆ, ಅದರ ಮಧ್ಯೆ ನಾವು ಜೀವಿಸುತ್ತಿದ್ದೇವೆ. നോഹയെ പോലെ നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ನೋಹನಂತೆ ಸತ್ಪುರುಷನಾಗಿ ಜೀವಿಸಲು ನಮಗೆ ಕೃಪೆ ನೀಡಿರಿ. ഞങ്ങളുടെ പ്രവൃത്തികൾ മൂലം തിന്മകൾ വന്നാൽ കർത്താവേ, ഞങ്ങളെ
നോഹയെ പോലെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ನಮ್ಮ ನಡೆ ನುಡಿಯ ಮೂಲಕ ದುಷ್ಕೃತ್ಯಗಳು ಏನಾದರೂ ಸಂಭವಿಸಿದರೂ ಸಹ ನೋಹನ ಮೇಲೆ ಕರುಣೆ ತೋರಿದಂತೆ ನಮ್ಮನ್ನು ಕರುಣೆ ತೋರಿರಿ. അങ്ങേ പ്രസാദിപ്പിക്കുന്ന ബലികൾ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ನಿಮಗೆ ಮೆಚ್ಚುಗೆಯಾಗುವಂತ ಕೃತಜ್ಞತಾ ಬಲಿಯನ್ನು ಸಮರ್ಪಿಸಲು ನಮಗೆ ಸಹಾಯ ಮಾಡಿರಿ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ വചനം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ಮಾತೆ ಮರಿಯಮ್ಮನವರೇ, ದೇವರ ವಾಕ್ಯದ ಮೂಲಕ ನಮ್ಮನ್ನು ಸಂರಕ್ಷಿಸಿ ಶುದ್ಧೀಕರಿಸಿ ಕಾಪಾಡಿರಿ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ಆಮೇನ್. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വചനം ഒരു ദിവസം കൂടെ നമുക്ക് പഠിക്കാനും ആ വചനത്തോട് ചേർന്ന് നിൽക്കാനും അനുഗ്രഹം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯರೇ, ಮತ್ತೊಂದು ದಿನ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನ ಧ್ಯಾನಿಸಿ ಅದರೊಟ್ಟಿಗೆ ಜೀವಿಸಲು ಮಾಡಿದ ಕೃಪೆಗಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. ലോകമെങ്ങും പോയി ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞ ആ വചനം ഒന്നും കൂടെ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒന്നു ചേർന്നാണ് ഈ വചന പ്രഘോഷണത്തിൽ മുന്നോട്ട് പോകുന്നത്. ಲೋಕದ ಕಟ್ಟ ಕಡೆಯವರೆಗೂ ಸುವಾರ್ತೆ ಸಾರಲ್ಪಡಬೇಕು. ಆ ವಚನದ ಶಕ್ತಿಯಿಂದ ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ಈ ಶುಶ್ರೂಷೆಯನ್ನು ಮುಂದುವರಿಸೋಣ. അപ്പോൾ ഈ വചനത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ ദൈവവചന പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കുകാരാകണം. ಈ ಅಧ್ಯಯನವನ್ನು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಶೇರ್ ಮಾಡಿ ನಮ್ಮೊಟ್ಟಿಗೆ ಸೇರಿ ಮುಂದುವರಿಸಿರಿ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಯಥೇಚ್ಛವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ನಾವು ನಿಮಗಾಗಿ ಸತತವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಥೇಚ್ಛವಾದ ಅನುಗ್ರಹ ದೇವರು ಸುರಿಸಲಿ. God bless you. Have a blessed day.